ഇക്കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി ഇന്ത്യയിലെ ഒരു മുൻനിര വ്യോമസേനാ താവളത്തിൽ ഒരു അപകടം നടന്നു. അപ്രതീക്ഷിതമായി സംഭവിച്ചത് എന്ന് കരുതുന്ന ഈ അപകടം ഇന്ത്യയുടെ ആഭ്യന്തര യുദ്ധവിമാന പദ്ധതിയായ HAL തേജസിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ്. ലാൻഡ് ചെയ്യവേ റൺവേ മറികടന്ന വിമാനം നേരിട്ട അപകടം ചെറിയ സാങ്കേതിക സംഭവം മാത്രം എന്നാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് വിശദീകരിച്ചതെങ്കിലും രാജ്യം മുൻനിരയിൽ അണിനിരത്തിയിട്ടുള്ള മുഴുവൻ തേജസ് വിമാനങ്ങളുടെയും മേൽ സമഗ്ര പരിശോധനയ്ക്ക് നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വായുസേന. വായുസേനയുടെ ഈ തീരുമാനം സംഭവത്തിന്റെ ഗൗരവം അടിവരയിടുകയാണ്. മെറ്റലർജി മുതൽ ബ്രേക്കിംഗ് സംവിധാനങ്ങളും ഓൺബോർഡ് സോഫ്റ്റ്വെയറും വരെ ഉൾപ്പെടുത്തി നടക്കുന്ന പരിശോധനകളുടെ ഫലങ്ങൾ കൂടി വെളിച്ചത്ത് വരുമ്പോൾ ഈ മാസം ആദ്യം ഉണ്ടായത് വെറുമൊരു സാധാരണ സംഭവമല്ലെന്ന സൂചനകളാണ് നൽകുന്നത്. കാലഹരണപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന MiG-21 വിമാനങ്ങൾക്ക് പകരമായി 2016 തേജസ് വിമാന വ്യൂഹം വായുസേനയുടെ നിരയിൽ ഉൾപ്പെടുത്തിയത്. തേജസ് വിമാനങ്ങൾ പെട്ടെന്ന് തന്നെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത പ്രതിരോധ ഉൽപാദനത്തിന്റെ പ്രതീകമായി സ്ഥാനം നേടുകയും കയ്യടികൾ വാരിക്കൂട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടെ 3 തേജസ് വിമാനങ്ങൾ ഉൾപ്പെട്ട 3 അപകടങ്ങൾ ഉണ്ടായതോടെ ചിന്താഗതികളിൽ തന്നെ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. 2024 മാർച്ചിൽ രാജസ്ഥാനിലെ ജയ്സാൽമേറിന് സമീപം ഒരു തേജസ് വിമാനം തകർന്നു വീഴുകയുണ്ടായി. അന്ന് പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് വന്നതിനാൽ ജീവഹാനി ഒഴിവായി. എന്നാൽ 2025 നവംബറിൽ ദുബായ് എയർ ഷോയിൽ നടന്ന ദുരന്തത്തിൽ ഒരു പൈലറ്റിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഏറ്റവും ഒടുവിലായി ഫെബ്രുവരി 7-ന് നടന്ന റൺവേ അപകടം കൂടിയായപ്പോൾ തേജസ് വിമാനങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വായുസേന ആശങ്കാകുലരാവുകയും സംഭവങ്ങളെ സഗൗരവം പരിശോധിക്കാൻ തുടങ്ങുകയുമായിരുന്നു. ഇന്ത്യൻ വായുസേനയുടെ അംഗീകൃത സ്ക്വാഡ്രൺ ശക്തി 42 ആണെങ്കിലും നിലവിൽ അത് അതിനേക്കാൾ വളരെ താഴെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മുഴുവൻ തേജസ് വിമാനങ്ങളും താൽക്കാലികമായി നിർത്തിയിടുന്നത് പ്രവർത്തനക്ഷമതയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം 180 തേജസ് MK-1A വിമാനങ്ങൾക്കായുള്ള ഓർഡറുകൾ നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ്. എന്നാൽ എഞ്ചിൻ വിതരണ തടസ്സങ്ങൾ മൂലം വിതരണക്രമം മന്ദഗതിയിലാണ്. ഈ വിടവ് നികത്താനെന്നോണം ഇന്ത്യ 114 ദസോ റഫാൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങാനുള്ള നീക്കത്തിലുമാണ്. തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാനങ്ങൾ മാത്രം മതിവരില്ലെന്ന യാഥാർത്ഥ്യത്തെ അടിവരയിടുകയാണ് ഈ നീക്കം. ഈ സംഭവങ്ങൾ കണക്കിലെടുത്താൽ തേജസ് പദ്ധതി സവിശേഷവും നിർണായകവുമായ സാഹചര്യം നേരിടുകയാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. പതിറ്റാണ്ടുകളുടെ ഗവേഷണവും നിക്ഷേപവും തേജസ് പദ്ധതിയുടെ പിന്നിലുണ്ട്. അതിനാൽ തന്നെ ചെറിയ പിഴവുകളെ പോലും ലഘൂകരിച്ച് കാണുന്നതിൽ യാതൊരു ഔചിത്യവും ഇല്ല എന്ന് ഏവരും സമ്മതിക്കും. അപകടങ്ങൾ ചെറുതെന്ന് ചിത്രീകരിക്കാനുള്ള പ്രവണതകൾക്കപ്പുറം കർശനമായ ഉത്തരവാദിത്ത ബോധവും ഈ വിമാനങ്ങളെ വായുസേനയിൽ ഉൾപ്പെടുത്തുന്നതിലെ സുതാര്യതയും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യയുടെ സ്വയം പര്യാപ്തത വ്യോമയാന മേഖല വിജയകരമാക്കണമെങ്കിൽ അടുത്തിടെ ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടികളെ ഒരു പാഠമായി കണ്ടുകൊണ്ട് ഗുണനിലവാരം ഉറപ്പാക്കുകയും നിർമ്മാണ പ്രവർത്തന വിഭാഗങ്ങൾക്കിടയിലെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുകയും വേണം. സമയബന്ധിതമായ വിതരണവും സാങ്കേതിക വിശ്വാസ്യതയും ഉറപ്പാക്കുക എന്നതിന് മുൻഗണന അത്യാവശ്യമായി വരും.